ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തതിൽ 3 കേക്കുകളും സ്പൈഡർമാൻ തീം കേക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3 കേക്കുകളുടെ മേക്കിംഗ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കേക്ക് വ്ലോഗാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ പറഞ്ഞ 3 കേക്കുകളിൽ ഒരെണ്ണം ബർത്ത്ഡേ സെറ്റ് ആയിരുന്നു, ഒരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്കും അതിൻ്റെ കൂടെ കുറച്ച് പേസ്ട്രീസും കുറച്ച് കപ്പ് കേക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബർത്ത്ഡേ സെറ്റാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സ്പൈഡർമാൻ തീം എന്ന് പറയുമ്പോൾ നമുക്ക് അവരൊരു റെഫറൻസ് പിക്ക് തന്നിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 2 kg ആണ് കേട്ടോ. ടോൾ കേക്ക് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ടോപ്പിലായിട്ടൊരു സ്പൈഡർമാൻ്റെ ടോയും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സ്പൈഡർമാൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പം നമ്മുടെ ബർത്ത്ഡേ സെറ്റിൽ വെക്കാനുള്ള കേക്കിൽ ബേബിയുടെ നെയിം ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ നെയിം സെറ്റ് ചെയ്തെടുക്കുന്നത്. നെയിം കട്ട് ചെയ്തിട്ടുള്ള ഈ പീസ് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ടും ചിലപ്പോൾ കേക്കിലോട്ട് മറിഞ്ഞ് വീഴാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ക്രീം വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ഇതിൽ വെച്ചിട്ടുള്ള ലെറ്റേഴ്സൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ട് നെയിം വെക്കുന്ന പരിപാടി അങ്ങോട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ടോപ്പിലായിട്ടുള്ള സ്പൈഡറിനെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ടോയ് ആണ്. അതിൻ്റെ ചുറ്റിലും ബോൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ സ്പൈഡർമാൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ആ ഒരു വെബിൻ്റെ അറ്റം നമ്മൾ പേരിൻ്റെ കൂടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ കേക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 kg പേസ്ട്രീസ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നമ്മൾ ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിൽ ബട്ടർസ്കോച്ചിൻ്റെ പേസ്ട്രീസ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് മഫിൻസ് ഉണ്ടായിരുന്നു, അതും സെയിം തീമിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഹെവി വർക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ കപ്പ് കേക്കുകളുടെ ഡെക്കറേഷനും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബർത്ത്ഡേ സെറ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് 2 1 kg കേക്കുകളും കൂടെ സെയിം തീമിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. രണ്ടും ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ്. താഴെ ചെയ്യുന്ന പൈപ്പിങ്ങിൻ്റെ കളറിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഇതൊന്ന് ഗ്ലേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ജെലാറ്റിനും കൂടെ മിക്സ് ചെയ്ത് കളറിന് വേണ്ടിയിട്ട് റെഡ് കളറും കൂടി ഇട്ടിട്ടാണ് ഗ്ലേസ് ചെയ്യുന്നത്. ഗ്ലേസ് ചെയ്ത ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ട് വേണം ബാക്കി വർക്കുകൾ ചെയ്യാനായിട്ട്. ഈ വെബ് വരക്കാനായിട്ട് യൂസ് ചെയ്തത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ട്രഫിളാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന സ്പൈഡർമാൻ തീം കേക്കാണ് കേട്ടോ ഇത്. 1 kg ചെയ്യുന്നതിന് കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണിത്. നമ്മൾ വിചാരിക്കുന്ന ഒരു ബഡ്ജറ്റിൽ നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ടോപ്പിൽ ഡിസൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാണ്. പക്ഷേ സൈഡിലോട്ടും താഴത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയാകട്ടെ. ഈ സംഭവം നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കണമെന്നില്ല. അവസാനം വെബ് വളഞ്ഞ് വേറെ ഏതോ വഴിക്ക് പോകുന്നൊരവസ്ഥ വരെ എത്തും. എന്നാലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കേണ്ടത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ ഇടയിൽ സ്പൈഡർമാൻ ഫാൻസാണ് ഏറ്റവും കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വരുന്ന തീം കേക്കുകളിൽ ഒരു ഭൂരിഭാഗവും സ്പൈഡർമാൻ്റെ കേക്കുകളായിരിക്കും കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ വലനെയ്യൽ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു കഷ്ടപ്പാട്. മേളിൽ വരച്ചതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്നും നമുക്ക് താഴെ ഭാഗത്തോട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും പകുതിയിൽ വെച്ച് പിന്മാറാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതിന് ബാക്കിയുള്ളത് താഴെയുള്ള കുറച്ച് പൈപ്പിംഗ് മാത്രമാണ്. ഇതിലൊരു കേക്കിന് നമ്മൾ വൈറ്റ് കളറിലും ഒരു കേക്കിന് ഈ ഒരു ബ്ലൂ കളറിലുമാണ് താഴെ പൈപ്പിംഗ് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പൈഡർമാൻ കലാവിരുതുകൾ വരുന്നത്. ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും റെസിപ്പീസോ കാര്യങ്ങളോ ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഭാഗമാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചിന്ന വണക്കം. ബൈ.